ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഹൈക്കോടതി. വൻ തോക്കുകൾക്ക് പങ്കുണ്ടെന്ന് കോടതി. പോറ്റയ്ക്ക് പിന്നിലുള്ളവരെ കണ്ടെത്തണം. കവർച്ചയിലേക്ക് പിന്നിൽ വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. പോറ്റയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയത് ആരാണ് എന്നും കണ്ടെത്തണമെന്നും കോടതി. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, കോടതിയുടെ നിർണായകമായ നിരീക്ഷണങ്ങളാണ് വരുന്നത്. ഉന്നതർ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കൃത്യമായി പങ്കുള്ളവരെ കോടതിക്ക് മുൻപാകെ കൊണ്ടുവരണം. നമുക്കറിയാം, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് പത്മകുമാറോ മുരാരി ബാബുവോ ഒന്നും മാത്രമല്ല. കൃത്യമായ വൻ തോക്കുകൾ ഇതിന് പിന്നിലുണ്ട്. നമുക്കറിയാം, കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അടക്കം അന്വേഷണം നീളുന്നു എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതിനിടെയാണ് SIT പറയുന്നത് നമുക്ക് കൂടുതൽ സമയം വേണമെന്നുള്ളത്. എന്തായാലും പോറ്റയ്ക്ക് പിന്നിലുള്ളവരെ കണ്ടെത്തണം. അക്കാര്യം തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. പറയൂ മിഥുൻ, വിശദാംശങ്ങൾ. ദേവസ്വം ഉദ്യോഗസ്ഥരായിട്ടുള്ള ജയശ്രീയുടെയും അതുപോലെ തന്നെ ശ്രീകുമാറിൻ്റെയും മുൻകൂർ ജാമ്യ അപേക്ഷകൾ തള്ളിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ബദറുദ്ദീൻ ഇത് സംബന്ധിച്ചിട്ടുള്ള നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഈ നിരീക്ഷണം എന്ന് പറയുന്നത് ഒരു വിമർശനാത്മകമായിട്ടുള്ള നിരീക്ഷണമാണ്. ഇത് നമുക്ക് വ്യക്തമാകുകയാണ്. കാരണം അത് SITക്കുള്ളൊരു വിമർശനമാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ അന്വേഷണം ചെന്നെത്തുന്നത്, അല്ലെങ്കിൽ അന്വേഷണം ചുറ്റിത്തിരിയുന്നത് ഇപ്പോൾ അറസ്റ്റിലായപ്പെട്ടുള്ള മുരാരി ബാബു, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ തന്നെ വാസു, പത്മകുമാർ എന്നിവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ ഹൈന്ദവ സംഘടനകളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പുറത്തു വന്ന വാർത്തകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കുറച്ച് അല്പവേഗതയിൽ അന്വേഷണം മുന്നോട്ട് പോയെങ്കിൽ പിന്നീട് പത്മകുമാറിലെത്തി അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ശ്രീകുമാറും അതുപോലെ തന്നെ ജയശ്രീ അടക്കം മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് നീങ്ങിയപ്പോൾ ഇതങ്ങനെയല്ല. ചെറിയ മീനുകളിൽ മാത്രം നിൽക്കാതെ ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തോക്കുകളിലേക്ക് അന്വേഷണം പോകണമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കോടതി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കോടതി ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു വിമർശനാത്മകമായിട്ടുള്ള നിരീക്ഷണം നടത്തിയിരിക്കുന്നു. അന്വേഷണം പോരാ എന്നുള്ളത് വ്യംഗ്യം നിരേണ പറഞ്ഞിരിക്കുകയാണ്. മിഥുൻ, ഇത്തരത്തിൽ കോടതി ഒരു നിരീക്ഷണം നടത്തുമ്പോൾ, അല്ലെങ്കിൽ വിമർശനാത്മകമായ ഒരു പരാമർശം നടത്തുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ SIT കൂടുതൽ സമയം ചോദിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് CPMന്റെ ഉന്നത നേതാക്കളിലേക്കാണ്. അത്തരത്തിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ വല്ലാത്ത തിരിച്ചടി പാർട്ടി നേരിടുമെന്ന ഭയം അവർക്കുണ്ട്. ഇതിനിടയിലാണ് SIT കൂടുതൽ സമയം ആവശ്യപ്പെടുന്നത്. ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ തന്നെയാണ് കോടതിയുടെ ഈ പരാമർശം വരുന്നത് എന്നത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഈ പത്മകുമാർ ഇതിനിടെ മാധ്യമങ്ങളോട് നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ദൈവതുല്യരായവർ അങ്ങനെ ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു തുറന്നു പറച്ചിലായി തന്നെ വേണം ഈ പരാമർശത്തെ കാണേണ്ടിയിരുന്നത്. ആരാണ് പത്മകുമാറിൻ്റെ ദൈവതുല്യർ എന്നുള്ള രീതിയിലേക്ക് അന്വേഷണം പോകണമായിരുന്നു. പത്മകുമാറിനെ ഇതിന് പ്രേരിപ്പിച്ചത് ആരാണ് എന്ന ഘട്ടത്തിലേക്കുള്ള അന്വേഷണത്തിലേക്ക് പോകണമായിരുന്നു. പക്ഷേ ഈ അന്വേഷണം ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് പത്മകുമാർ വരെയാണ്. അതായത് പത്മകുമാറിൻ്റെ ദൈവതുല്യർ എന്ന് പറയുമ്പോൾ പാർട്ടിയിലടക്കം ഉന്നത ബന്ധങ്ങളുള്ള, ഉന്നത സ്വാധീനമുള്ള ആളുകൾ ആയിരിക്കാം എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നിരീക്ഷണം ഇപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവിടേക്ക് SITക്ക് കടന്നു ചെല്ലാനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ഒരു ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ അടക്കമുള്ള ഈ വിമർശനം വരുന്നത്. നേരത്തെ രാജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നതരിലേക്ക് അന്വേഷണം കടന്നു ചെന്നാൽ ഒരു അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക്, പ്രത്യേകിച്ച് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണമായതിനാൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ദോഷമുണ്ടാകും. CPMന് അത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും, പ്രതിരോധത്തിലാകുമെന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് ഒരുപക്ഷെ SITക്ക് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ചുമത്തുന്നുണ്ടാകാം എന്നുള്ള ഒരു വിമർശനം ഇതോടകം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജയശ്രീ ഈ കാര്യത്തിൽ കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് പറഞ്ഞിരുന്നത് ഇത് കൃത്യമായി തങ്ങളുടെ അറിവോടെ കൂടിയല്ല നടത്തിയത്. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം, ദേവസ്വം ബോർഡ് യോഗത്തിൻ്റെ തീരുമാനം അനുസരിക്കുക മാത്രമാണ് ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ താൻ ചെയ്തത് എന്നാണ് ജയശ്രീ ഇതിനു മുമ്പ് ഈ ജാമ്യ ഹർജിയിൽ നൽകിയിരുന്നത്. പക്ഷേ കോടതി വ്യക്തമായി
നിരീക്ഷിച്ചിരിക്കുന്നു. ഇത് സ്വർണ്ണപ്പാളികൾ തന്നെയാണ്, ചെമ്പ് പാളികളല്ല എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം നിലനിൽക്കെ ഇത് ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്താനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യം അവിടെ ആസ്വദിക്കാനും ഈ കൊള്ളയ്ക്ക് അത് ഒരൊറ്റ തവണ നടത്തിയ കൊള്ളയല്ല, അത് കൃത്യമായി ഒരു കവർച്ചയുടെ വലിയൊരു ശ്രേണി ഉണ്ടായിരുന്നു, വലിയൊരു ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അതൊന്നും ആരും അറിയാതെ സ്വാഭാവികമായി സംഭവിച്ചതല്ല. അതിന് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്, സംഘടിതമായിട്ടുള്ള ഗൂഢാലോചന നടത്തുന്നുണ്ട്. ഇതൊരു സംഘടിതമായിട്ടുള്ള നീക്കമാണ് എന്ന് കോടതി ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ കൃത്യമായി പറയുകയാണ്. എന്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പോകണമെന്ന് കോടതി SITക്ക് നിർദ്ദേശം നൽകുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. ഇത് കൃത്യമായിട്ടുള്ള കോടതിയുടെ വലിയൊരു വിമർശനാത്മകമായിട്ടുള്ള ഒരു നിരീക്ഷണമായി തന്നെ വേണം ഇക്കാര്യത്തെ കാണാൻ. കൂടുതൽ വൻപൻ മീനുകളിലേക്ക് അന്വേഷണം ചെന്നു കഴിഞ്ഞാൽ CPM കൂടുതൽ പ്രതിരോധത്തിലാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് രാഖി.